ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാൻ എൻ്റെ ഫുൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. ട്രിപ്പ് എവിടേക്കാണെന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്കാട്ടോ. അവിടുത്തെ ഉണ്ണിയപ്പം എന്ത് പേര് കിട്ടുമെന്നറിയോ, നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മൾ അത് കഴിക്കാനായിട്ട് പോവുക. എൻ്റെ സിസ്റ്റർ അത് മിസ് ചെയ്യുന്നു പറഞ്ഞു. സോ നമ്മൾ അവിടെ ഉണ്ണിയപ്പത്തിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഞാൻ കണ്ടത് എന്താണെന്നറിയോ, ബോംബെ പൂട ഒരു മാമൻ ഇങ്ങനെ കൊണ്ടുവന്നു. പക്ഷെ അമ്മയുടെ കയ്യിൽ എത്ര നോക്കിയിട്ടും ബാഗിൽ ചില്ലറൊന്നുമില്ല. ഇപ്പോൾ കാർഡും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ആരുടെയും കയ്യിൽ ചില്ലറ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സിസ്റ്റർ പോകുന്നതിന് മുന്നേ നമുക്കിത് മേടിച്ചു തന്നു. ആക്ച്വലി അവളുടെ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ടാട്ടോ ബോംബെ പൂട മേടിച്ചു. 2 എണ്ണേ മേടിച്ചുള്ളൂ. ഒന്ന് ഒരു കുട്ടിക്കും കൊടുത്തു, മറ്റേത് മറ്റേ ആൾക്കും കൊടുത്തു. ഞാനതിൽ ഇളയ കുട്ടിയുടെ നിന്ന് അടിച്ച് മാറ്റി തിന്നുകയാണ് ഗൈസ്. എന്നിട്ട് ഇടയ്ക്ക് അവളുടെ കൈ ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്, ഒരു കുഞ്ഞിക്കൈ. അപ്പം ഞാനിങ്ങനെ കുറച്ചെടുത്ത് കൊടുക്കും. എല്ലാവരും പറയും അൺഹൈജീനിക്കാണ്, ക്ലെൻലിനെസ് ഇല്ല, അങ്ങനെ ഇങ്ങനെ ഇവരുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കുമെങ്കിലും എനിക്ക് ഇതും സിപ്പപ്പും ഒക്കെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് എപ്പോഴും പ്രിഫറും ചെയ്യുന്ന സാധനങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയപ്പം കൊണ്ടുവന്നു എൻ്റെ സിസ്റ്റർ. നല്ല ടേസ്റ്റി ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. അത് കണ്ടോ, ഒരു കുഞ്ഞിക്കൈ വരുന്നുണ്ടോ. ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് നമ്മളിതേ ചേച്ചീൻ്റെ കുട്ടികളും ഉണ്ണിയപ്പം ഒക്കെ കഴിച്ചത് ഇങ്ങനെ എന്താ പറയുക, അതിലിങ്ങനെ സന്തോഷമായിട്ടിരിക്കുക. ഞാൻ എത്രയും നേരം ഫ്രണ്ടിലായിരുന്നു കേട്ടോ ഇരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങ് ബാക്കിലേക്ക് പോണു. മച്ചാൻ എന്നിട്ട് ഫ്രണ്ടിലിരുത്തി. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലാഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ മാക്കം എന്ന് പറഞ്ഞ് കഴിക്കുന്നത്. നമ്മൾ നേരെ അടൂരെത്തി അവിടെ ഒരു ഹോട്ടലിൽ കയറി. ആക്ച്വലി ഞാനും മച്ചാനും ഒന്നും കഴിച്ചില്ല. സിസ്റ്റർക്കും കുട്ടിക്കും കൂട്ടിനായിട്ട് പോയതാണോ. അപ്പം കുറച്ച് നേരം അവിടെ ഇരുന്ന് സെൽഫി സെഷനൊക്കെ കഴിഞ്ഞ് അവൾക്ക് ഫുഡൊക്കെ വന്നതിന് ശേഷം ഞാനിങ്ങനെ നൈസായിട്ട് പുറത്തിറങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊച്ചുമുട്ട കാണിക്കുന്ന കണ്ടോ. അവിടെ ചേട്ടനെ ലൈനടിക്കുക. ഞാൻ അവിടെ ഇറങ്ങുന്ന വഴിക്ക് അരുൺ ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയ സാധനം കണ്ട് അതും മേടിച്ചിട്ട് ഞാൻ കാറിൽ വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാണാം ഞാനും അമ്മയും കൂടി ഇരുന്നിട്ട് ജ്യൂസും കുടിച്ച് ഐസ്ക്രീമും കഴിച്ച്. ഐസ്ക്രീം അല്ല, ചോക്കോബൈറ്റോ അങ്ങനെ എന്തോ ആട്ടോ ഇതിൻ്റെ പേര്. അപ്പം ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മളെന്തോ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛനെ വിളിക്കാമെന്ന് കരുതി ഞങ്ങളങ്ങനെ അച്ഛനൊരു കോൾ ചെയ്തു. ക്യാമറ കൊണ്ടിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരു സെൽഫി എടുക്കുമെന്ന്, പിന്നെ ഇങ്ങനെ പല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കും. എന്നാണോ എന്തോ എൻ്റെ അമ്മ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ വീഡിയോ എടുക്കുക ഫോട്ടോ അല്ല എന്ന്. എപ്പോൾ ഇറങ്ങി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നറിയാനായിട്ട് ഇടയ്ക്ക് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ച് ഞങ്ങൾ വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് പഴയിടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അവിടെ പ്യുവർ വെജ് റെസ്റ്റോറൻ്റ് ആട്ടോ. നമ്മൾ അവിടെ വന്ന് അവിടുത്തെ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഉഗ്രൻ സദ്യ കേട്ടോ. ഞങ്ങൾ ആ വഴി പാസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അവിടെ പോയി കഴിക്കും. എൻ്റെ അമ്മ അങ്ങനെ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കാറില്ല. ഇപ്പം മച്ചാനുള്ളതുകൊണ്ട് കേട്ടോ അമ്മ പുറത്തിറങ്ങിയത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കറിയും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ല തടി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെ എനിക്ക് തടിയൊക്കെ കൂടുന്നതെന്ന്. എപ്പോഴും ട്രാവലിംഗ് ആണ് ഗൈസ്. മെയിനായിട്ട് അമ്പലത്തിലേക്കൊക്കെയാണ് പോകുന്നത്. പക്ഷേ എന്നാലും ഇതനക്കുള്ള ടേസ്റ്റി ഫുഡ് കഴിച്ചാണ് എനിക്ക് തടി വെക്കുന്നത്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇനിയുണ്ട് 2-2.25 മണിക്കൂർ നമ്മൾ പോകുന്ന സ്ഥലത്ത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഉത്സവം മറ്റും ഉണ്ടായിരുന്നു. ഘോഷയാത്ര ആ ഒരു ടൈമിൽ ഉത്സവത്തിൻ്റെ ടൈമായിരുന്നു. ഘോഷയാത്രയും ആനയൊക്കെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനവും കഴിക്കാൻ പറ്റി, അതേ കണക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട മൃഗമായ ആനയും കാണാൻ പറ്റി. സോ ഞാൻ നല്ല സന്തോഷം. എന്ത് രസമല്ലേ ഇവരെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ വലിയ ആഗ്രഹമാണ് എന്നെങ്കിലും ഒരു ചെറിയ ആനയെ മേടിക്കണം, ആനനെ കുളിപ്പിക്കണം എന്നൊക്കെ എൻ്റെ വലിയ ആഗ്രഹം കേട്ടോ. എന്തെങ്കിലും നടക്കട്ടെ. ഒരു കട്ട ആരാധകനുണ്ട്, അമൽദേവ് വാസു എന്നാട്ടോ പേര്. ആൾ നന്നായിട്ട് പാട്ടൊക്കെ പാടും, സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യും. അപ്പോൾ പുള്ളിക്കാരനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പുള്ളിയുടെ സ്ഥലത്തിൻ്റെ അടുത്തൂടെ നമ്മൾ പാസ് ചെയ്ത് പോയത്. അപ്പോൾ പുള്ളി ഒന്ന് കാണാമെന്ന് എഴുതിയിട്ടോ ഞാൻ വിളിച്ചത്. പക്ഷെ പുള്ളി തിരക്കിലായിരുന്നു. സോ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. അതേ ഗായ്സ്, തൃശ്ശൂരുള്ള വടക്കുംനാഥൻ്റെ ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടുത്തെ ഗ്രൗണ്ടിലാണ്. സോ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വരുന്നത്. ഞാൻ മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് നമ്മുടെ പ്രബിൻ ചേട്ടൻ്റെ കല്യാണം റിസപ്ഷൻ കൂടാൻ വന്നപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ പോയി ഒരു വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. കാരണം ഓൾറെഡി ഞാൻ പാർട്ടിക്ക് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണല്ലോ. എന്തായാലും ഞാൻ അത്ര വിശ്വാസി അല്ലെങ്കിൽ പോലും എനിക്ക് അവിടെ കാണണം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു വൈബ് വേറെ തന്നെ, ഒരു ഭയങ്കര പീസ്ഫുൾ വൈബാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഗ്രൗണ്ടിനകത്തേക്ക് വന്നു, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ എത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്പലം അടച്ചായിരുന്നു കേട്ടോ. ഇത്രയും ദൂരം വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് തൊഴുവാൻ പറ്റി. അത് തന്നെ ഒരു വലിയ ഭാഗ്യം. ആദ്യമായിട്ട് ഈ അമ്പലം കാണുന്നത് ആൾക്കാരുടെ ടിക്ടോക്ക് വീഡിയോസിലും റീൽസിലും ഒക്കെ ആയിരുന്നു കേട്ടോ. അന്ന് തൊട്ടേ ഒരു ആഗ്രഹം ഇവിടെ വരണം എന്നൊക്കെ. നേരെ ഞങ്ങൾ പോയത് ഒരു ലൊക്കേഷനിലേക്കാണ്, ഒരു ഫിലിമിൻ്റെ ലൊക്കേഷനിൽ. ആദ്യമായിട്ടോ ഞാൻ ഒരു ഫിലിം ലൊക്കേഷനിൽ പോകുന്നത്. അവിടെ കാരവനൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ ദേ ഇവിടെ ആയിരുന്നു കേട്ടോ. ഹോട്ടലെത്തി നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ വീണ്ടും ഞാൻ ആ ലൊക്കേഷനിലേക്ക് പോയി. യെസ് ഗായ്സ്, ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി ചെയ്യുകയാണ്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേ സെറ്റിൽ.
നമ്മുടെ ലൊക്കേഷൻ ആയിരുന്നു. ഫസ്റ്റ് ഡേ ഈ സ്ഥലത്തായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു കോളേജിലായിരുന്നു ലൊക്കേഷൻ. നമ്മുടെ കേരളവർമ്മ കോളേജാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും വലിയ കോളേജിൽ സെറ്റിൽ ആദ്യം വന്ന ആർട്ടിസ്റ്റ് ഞാനായതുകൊണ്ട് ഞാൻ കാരവനിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. മൈ ഫസ്റ്റ് കാരവൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ചെറുതിലേ തൊട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ട് നടന്ന എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് ഞാൻ നടത്താൻ പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.